അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. വനവിഭവം ശേഖരിക്കാൻ പോയ വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് മരണമടഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 2 പേർ രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ CCF-നോട് വനമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിലാണ് മരണം എന്നത് മന്ത്രി സ്ഥിരീകരിക്കുന്നുമില്ല. MG പ്രതീഷ് വിശദാംശങ്ങളുമായുണ്ട്. പ്രതീഷിലേക്ക് അല്പസമയത്തിനകം പോകാം. സൂരജ് സജിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സൂരജ്, ഇതിപ്പോൾ വനം മന്ത്രി സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അത് ഇവിടെയുള്ള ആളുകൾക്ക്, പ്രദേശത്തൊക്കെ ഉള്ള ആളുകൾ വലിയ ഭീതിയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ വനം മന്ത്രിയുടെ നിലപാടിനെ അവരെങ്ങനെയാണ് കാണുന്നത്? അനുജ, വനം മന്ത്രിയുടെ നിലപാടിനെ കടുത്ത പ്രതിഷേധത്തോടു കൂടി തന്നെയാണ് ഇവിടത്തുകാർ നോക്കിക്കാണുന്നത്. കാരണം ഇവർ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഈ ആന ഇന്നലെ ഇവർ താമസിക്കുന്ന ഷെഡിനരികിലേക്ക് എത്തി. ആനയെ കണ്ട് ഇവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് 2 പേർ ഓടി മാറുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ ഈ മരിച്ച സതീഷിനെ ആന കൃത്യമായി തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിഞ്ഞ് കൊലപ്പെടുത്തിയതായി തന്നെയാണ് കാണുന്നത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ പോലും അത്തരത്തിൽ അവർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ ശ്രദ്ധയിൽ പോലും അവർ നടത്തിയ പരിശോധനയിലും അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. അതിരപ്പള്ളിയിൽ ഇന്നലെയാണ് കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരണമടഞ്ഞത്. 4 പേരടങ്ങുന്ന ഒരു സംഘം വനവിഭവം ശേഖരിക്കാൻ വനത്തിലേക്ക് പോയതാണ്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന 2 പേർ, അംബിക, സതീഷ് എന്നിവർക്കാണ് മരണം സംഭവിച്ചത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ് പറയൂ. അനുജ, അപ്പോൾ ഇന്നലെ ഇവർ താമസിക്കുന്ന ഷെഡിനരികിലേക്കാണ് ഈ ആന എത്തുന്നതും ഈ ആനയെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ 4 പേരും. അതിനിടയിലാണ് ഈ സതീഷിനെ ആന ആക്രമിച്ചത്. അത് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും ആന സതീഷിനെ ആക്രമിച്ചു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയുന്ന വിവരമാണ്. അത് പ്രദേശവാസികൾ ഇന്ന് നടത്തിയ തെരച്ചിലിൽ പോലും, അതായത് ഒരാൾ വീണ് പരിക്കേൽക്കുന്നതും ആന എടുത്തെറിഞ്ഞ് പരിക്കേൽക്കുന്നതും രണ്ടാണ്. അത്തരത്തിൽ ഈ സതീഷിന്റെ പരിക്ക് ഗുരുതരമായ പരിക്കാണ്. അത് സ്വാഭാവികമായി വീണുണ്ടായ പരിക്കല്ല, കാട്ടാനാക്രമണത്തിൽ തന്നെ സംഭവിച്ച പരിക്കാണ് എന്നുള്ളത് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഈ പരിശോധനകൾക്ക് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരുമായി എല്ലാം സംസാരിച്ച സമയത്തും അവരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. സതീഷിന് ഈ കാട്ടാനാക്രമണത്തിൽ തന്നെയാണ് സതീഷ് കൊല്ലപ്പെട്ടതെന്ന് നാട്ടുകാരോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വനം മന്ത്രി അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഇവിടത്തുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധാർഹമായി തന്നെയാണ് അവർ കാണുന്നത്. ഇന്നലെ ഈ സെബാസ്റ്റ്യൻ അതെ, എന്തുകൊണ്ടാണ് വനംമന്ത്രി അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. വനംമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. CCF-നോട് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, സാധാരണ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല വനംമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. ഇതിപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ട്. ഈ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്? മന്ത്രി അടിയന്തരമായി എന്ത് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു? അനുജ, മന്ത്രിയുടെ ആദ്യ പ്രതികരണം വന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉന്നത ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി എന്നതാണ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ട് തേടിയെന്നുള്ള പ്രതികരണമായിരുന്നു മന്ത്രി ആദ്യഘട്ടത്തിൽ നടത്തിയത്. ഇതിന് പിന്നാലെ വനംവകുപ്പിന്റെ തന്നെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. ഈ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലാണ് ഈ മരണകാരണം സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വനംവകുപ്പ് നടത്താത്തത്. അതായത് ഈ 2 പേരുടെയും മരണത്തിന് ഇടയാക്കിയത് കാട്ടാന ആക്രമണം തന്നെയാണോ എന്ന കാര്യത്തിൽ വനംവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിലവിൽ അന്വേഷണം നടത്തി വരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് പ്രധാനമായും ഇവർ നടത്തിയിട്ടുള്ളത്. ഈ വനംവകുപ്പ് പറയുന്ന കാര്യം, വാഴച്ചാൽ ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവർ കഴിഞ്ഞ 3 ദിവസമായി കാട്ടിനകത്ത് കുടിൽ കെട്ടി തേൻ ശേഖരിച്ച് വരികയായിരുന്നു. ഇവരെ കാണാനില്ല എന്നുള്ള വിവരത്തെ തുടർന്നായിരുന്നു വനംവകുപ്പ് ജീവനക്കാരൻ അന്വേഷിച്ച് എത്തുകയും ഈ സ്ഥലത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. സതീശന്റെ മൃതദേഹം സംശയാസ്പദമായ രീതിയിലാണ് കണ്ടെത്തിയത് എന്നതാണ് വനംവകുപ്പ് അറിയിക്കുന്ന കാര്യം. ഒപ്പം പുഴയിൽ നിന്നാണ് അംബികയുടെ ശരീരം പോലീസ് കണ്ടെത്തിയത്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് സ്ഥിരീകരണം നടത്താൻ കഴിയൂ എന്നതാണ് പ്രധാനമായും വനം വകുപ്പ് സ്വീകരിക്കുന്ന നിലപാട്. പക്ഷേ വലിയ വിമർശനം ഇതിനോടകം തന്നെ വനം വകുപ്പിനെതിരെയും വനം മന്ത്രിക്കെതിരെയും ഉയർന്നു വരുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് അടക്കം അല്പസമയം മുമ്പ് അതിരൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സർക്കാർ നിസ്സംഗരാകുന്നു, വനം മന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്നതടക്കമുള്ള ഗൗരവമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ആ ഘട്ടത്തിൽ കൂടിയാണ് മരണകാരണം വനം വകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതും. അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. CCF-നോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി.